മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം ജില്ലാതല മേഖലാതല അവലോകന യോഗം ഇന്ന് കണ്ണൂരിൽ നടക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിവിധ സർക്കാർ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിനാണ് മേഖലാതല യോഗം ചേരുന്നത്. എം സന്തോഷ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, ഈ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മേഖലാതല അവലോകന യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി കാലാവസ്ഥയുടെ പ്രശ്നം കാരണം മാറ്റിവെച്ചതായിരുന്നു. കണ്ണൂരിൽ അത് ആരംഭിക്കുന്നു. മലബാറിലെ ജില്ലകളിലെ വികസന പ്രവർത്തനങ്ങൾ, അതിന്റെ പുരോഗതി, പുതിയ പദ്ധതികൾ ഏത് തലം വരെ എത്തി നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പരിശോധിക്കപ്പെടുന്നത്, അല്ലേ? തീർച്ചയായും മനു, ഈ സർക്കാരിന്റെ 4ാം വാർഷികവുമായി ബന്ധപ്പെട്ട 2 പരിപാടികളായിരുന്നു പ്രധാനമായും സർക്കാർ നിശ്ചയിച്ചിരുന്നത്. അതിൽ ഒന്ന് ജില്ലാതല യോഗങ്ങളായിരുന്നു. ആ ജില്ലാതല യോഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് സർക്കാരിന്റെ ഇതുവരെ ഉണ്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ വികസന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും അഭിപ്രായം പറയാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടായിരുന്നു ജില്ലാതല യോഗങ്ങൾ ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് ഈ മേഖലാതല അവലോകന യോഗങ്ങൾ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായും ഒരു ഔദ്യോഗിക സംവിധാനമാണ്. കാരണം ഈ ഇതുവരെ ഉണ്ടായിട്ടുള്ള സർക്കാരിന്റെ ഓരോ പദ്ധതികളുടെയും പ്രവർത്തന പുരോഗതി വിലയിരുത്തുക, അതിനെക്കുറിച്ച് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായും വിശദീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു മേഖലാതല അവലോകന യോഗത്തിന്റെ അജണ്ട എന്ന് പറയുന്നത്. അതിൽ മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ഈ മേഖലാതല അവലോകന യോഗം, മലബാർ മേഖലാതല അവലോകന യോഗം നടക്കുന്നത്. ഇതിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ള ഈ ജില്ലകളിലെ സർക്കാർ പദ്ധതികളുടെ പുരോഗതി സംബന്ധിച്ച വിലയിരുത്തലാണ് ഉണ്ടാവുക. ഈ യോഗത്തിൽ മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റ് മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറി, DGP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ 4 ജില്ലകളിലെ ജില്ലാ കലക്ടർമാരും വിവിധ വകുപ്പിന്റെ മേധാവികൾ കൂടി പങ്കെടുക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഓരോ പദ്ധതികളുടെയും പ്രവർത്തന പുരോഗതി ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനു, ശരി, ഓക്കെ, താങ്ക് യു. എം സന്തോഷ് വിവരങ്ങൾ നൽകിയത്.